കോതമംഗലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ അന്വേഷണ സംഘത്തിന് 10 സംഘം രൂപീകരിച്ച് പോലീസ്. മൂവാറ്റുപുഴ DSPക്കാണ് അന്വേഷണ ചുമതല. ബിനാനിപുരം കുട്ടമ്പുഴ SHOമാർ അന്വേഷണ സംഘത്തിലുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി. നിതിൻ, എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം? അജിൻസ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് 23-കാരി TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പ്രതിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കേസിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, കടുത്ത ആരോപണങ്ങൾ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വിശദമായി തന്നെ ഈ കേസ് അന്വേഷിക്കാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ റൂറൽ SP നിയമിച്ചിട്ടുള്ളത്. 10 സംഘത്തെയാണ് ഈ കേസ് അന്വേഷിക്കാനായി നിയമിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴ DYSP നേതൃത്വം നൽകുന്ന സംഘത്തിൽ ബിനാനിപുരം SHO, കുട്ടമ്പുഴ SHO എന്നിവരും ഉണ്ടായിരിക്കും. ഇവർ അടങ്ങുന്ന 10 സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ പ്രതി റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ റമീസ് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ അടക്കം തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരുടെ അടക്കം വാട്സപ്പ് ചാറ്റുകളും എല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കൾ, റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടി കേസിൽ പ്രതിയാക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസിൽ തീരുമാനിച്ചിരിക്കുന്നത്. തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രം ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നടപടിയെടുത്താൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ തന്നെ മതം മാറാൻ നിർബന്ധിച്ചുവെന്നും മതം മാറാൻ തയ്യാറായ ശേഷവും തന്നെ റമീസിന്റെ മാതാപിതാക്കളും ക്രൂരമായി ഉപദ്രവിച്ചു അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ ആത്മഹത്യാക്കുറിപ്പിൽ മരിച്ച പെൺകുട്ടി എഴുതിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പിന്നീട് സ്ത്രീത്വത്തിനെ അപമാനിക്കുകയും ശാരീരിക ഉപദ്രവം അടക്കമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി റമീസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ റമീസ് റിമാൻഡിലാണ്. റമീസിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. അജിൻ.